ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യമാണ്. ഞാൻ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ അനുസരണമുള്ള ദാസരായി ഒരുവൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നവന് നിങ്ങൾ ദാസന്മാരായി തീരുകയാണെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ ദാസർ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ ദാസർ. അപ്പൊ ഈ വാക്യം നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധേയമായി ചിന്തിക്കേണ്ടത് ഞാൻ ആരുടെ ദാസൻ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ പാപം വന്നതിന് ശേഷം മനുഷ്യരൊക്കെയും പിശാചിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ അടിമകളായി തീർന്നു. അങ്ങനെ വന്നതായ നാം പിശാചിന്റെ അനുസരിക്കുന്നവരായി തീർന്നു. എന്നാൽ ദൈവം പ്രത്യേകിച്ച് തന്നതായി കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പനകൾ അതെ അരുത് എന്ന് പറയുമ്പോൾ അതൊക്കെയും അതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ മാനിക്കുക, ഭൂമിയിലുള്ളതായ മനുഷ്യരെ സ്നേഹിക്കുക. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി, നിങ്ങൾ ഏത് കൽപ്പനയാണ് പ്രധാനമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക എന്നുള്ളതാണ്. ആയതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ സകലവും അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് ഒരു ജീവിപ്പാൻ വേണ്ടിയുള്ള ഒരു മാതൃക നൽകിയിരിക്കുകയാണ്. അപ്പൊ ആ മാതൃകയെ പിൻപറ്റുമ്പോൾ കണിശമായിട്ടും നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ കൊണ്ട് സാധിക്കും. അതായത് നമുക്കറിയാം, ഈ ഭൂമിയിലെ പലരും വേലി കിട്ടിയിട്ട് എന്തിനു വേണ്ടിയാണ്? സംരക്ഷണത്തിനായിട്ട്. അതായത് അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ കോർട്ട് ഒരു കളിക്കുന്ന കോർട്ടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ വേലി, അതായത് ദൈവത്തിന്റെ കൽപ്പന എന്ന വേലി നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ആയതുകൊണ്ട് ഭൂമിയിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. ദൈവത്തിന്റെ കൽപ്പന ഭാരമുള്ളവയല്ല. പിന്നീട് നാം വായിക്കുന്നത്, അതായത് ഈ ഭൂമിയിലെ നിയമങ്ങളൊക്കെയും സ്വാർത്ഥതയുടേതായ, അതായത് ഭൗമികമായ ലൗകികമായ കാര്യങ്ങളൊക്കെയും സ്വാർത്ഥതയുടേതാണ്. എന്നാൽ ആ സ്വാർത്ഥത ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സന്തോഷം ഉണ്ടാക്കുന്നില്ല. അത് ഒന്നുകിൽ അവനവന് വേണ്ടി, വ്യക്തിക്ക് വേണ്ടി. എന്നാൽ അനുസരണം എന്നതായ സ്വർണ്ണ ചങ്ങലയെ പിശാചായൻ വലിച്ചു കൂട്ടിച്ചു. അത് എന്തിലൂടെ? പരീക്ഷകളിലൂടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? അകന്നു പോവുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാത്ത കൊണ്ട് നാം എന്ത് ചെയ്യും? പിന്നെ അടുത്തതായി മനുഷ്യൻ ചെയ്യുന്നത് അറിയാവോ? മനുഷ്യ സമ്പ്രദായങ്ങളെ അനുസരിക്കുക. ദൈവകൽപ്പനയ്ക്ക് പകരം പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യ സമ്പ്രദായങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ കണിശമായിട്ടും സന്തോഷമില്ലായ്മയുടെ അനുഭവം അവസാനം ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടി, അതായത് ദൈവത്തെ അനുസരിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ നമുക്കൊരു മാതൃക നൽകിയിരിക്കുകയാണ്. എന്താണ് മാതൃക? ദൈവത്തെ അനുസരിക്കുക. അപ്പൊ ദൈവത്തെ അനുസരിക്കുന്നത് മുഖാന്തരം നമുക്ക് എന്തുണ്ടാകുന്നു? സന്തോഷമുണ്ടാകുന്നു. അതായത് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ദൈവം നമുക്ക് നിന്റെ ഇഷ്ടം പിതാവ് ചെയ്യുക, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ യേശുവിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും നമുക്കുള്ളതായ മാതൃക മറ്റാരുമല്ല, യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ അനുസരിക്കുക, യേശുക്രിസ്തു കാണിച്ചതായ മാതൃകയെ പിൻപറ്റുക. അതിനായി അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ വാക്യം നമ്മൾ വായിച്ചത്? അത് നമ്മെ ഒന്നുകിൽ എന്താണ്? പാപത്തിന്റെ ദാസർ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ ദാസർ. അപ്പൊ അനുസരണത്തിന്റെ ദാസരായി ജീവിപ്പാനൊക്കെ ഈ പകൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംസാരത്തിൽ ഞാൻ വിരമിക്കുകയാണ്. ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിക്കുന്ന അതിന്റെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. ഈ ദിവസം കാണുവാൻ സഹായിച്ചു, അതിന് നന്ദിയോടെ സ്തോത്രം. യേശുവിനെ അനുസരിപ്പാനും അങ്ങനെ സന്തോഷം കൈവരിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം, സന്തോഷമുള്ളതായിരിക്കാൻ തക്കവണ്ണം ദൈവത്തെ അനുസരിക്കുക. അതാണ് നമുക്ക് ക്രിസ്തു നന്നായ മാതൃക. ആമേൻ.